ഹായ് ഗായ്സ്. ഹലോ ഗായ്സ്. ഗായ്സ് നമ്മൾ എവിടെ പോകുകയാണ്? നമ്മൾ കണ്ണൂരിൽ പോവുകയാണ് ഗൈസ്. സൗണ്ട് ഇല്ല, സൗണ്ട് പോയി ഗൈസ്. നമ്മുടെ GCA ഫെസ്റ്റ് ആണ് ഗായ്സ്. നമ്മൾ കണ്ണൂർ പോകുന്നു. എനിക്ക് മുണ്ട് നോക്കി കാണിക്കാനും. കോഴിക്കോടല്ലേ? കോഴിക്കോട് കഴിഞ്ഞ് പോണം. ബൈ ബൈ ഗായ്സ്. നമ്മളെ വണ്ടിയാണ് ഇതേ വരുന്നത്. അയ്യോ, ബ്ലോഗൊക്കെ ഇപ്പൊ വണ്ടി കൊണ്ടുപോകുന്നു. അന്തേരി പറഞ്ഞ അന്തേരിയോ? നമ്മൾ ഈ വണ്ടിയിലാണ് ഗൈസ് പോകുന്നത്. ഇനി നമ്മൾ വണ്ടിയിൽ കേറിയിട്ട് ഉറങ്ങും ഗൈസ്. 7 മണിക്ക് പോകുന്നത് 8 മണിയായി ഗൈസ്. ഒരു പൊട്ടത്തരൊന്നും വിളിച്ച് പറയുന്നത് ഗൈസ്. ഇനി ബാക്കി നമുക്ക് പിന്നീട് കാണാം. ടാ. നമ്മളിപ്പോൾ കൊല്ലം കഴിഞ്ഞു. ഇനി ഒരുപാട് ദൂരമുണ്ട്. ഇത്ര നേരം ഡാൻസ് എല്ലാരും ഉണ്ട്. ഇനി നമ്മൾ എവിടെയെങ്കിലും 11 കാലമായതേ ഉള്ളൂ. നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങും. എന്നിട്ട് വീട്ടിൽ നമ്മൾ രാത്രി അങ്ങെത്തുള്ളൂ. ലേറ്റ് ആവും അങ്ങെത്തുമ്പോൾ. നമ്മൾ 7 മണിക്ക് ഇറങ്ങാനുള്ളതാണ്. പക്ഷെ ഇറങ്ങിയപ്പോൾ 8 മണിയായി. അതുകൊണ്ട് എത്തുമ്പോൾ ഹായ് ഗായ്സ്. നമ്മൾ ഫുഡ് കഴിച്ചു. ഇനി വീണ്ടും നമ്മൾ യാത്ര തുടങ്ങുകയാണ്. ഇപ്പൊ നമ്മൾ കോട്ടയത്തല്ലേ ഇത്? അതെ, കോട്ടയം എത്തി. ഇനി നമ്മൾ കോട്ടയം ചങ്ങനാശ്ശേരി എത്തി. സൗണ്ട് നമ്മള് എവിടെ പോണം? നമ്മളെവിടെ പോണം? കോഴിക്കോട്. വീണ്ടും കാണാം. ടാറ്റാ. ജാനുവരി 9 രാത്രി ഒരു 1:30-2 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ചെന്നപാടെ ഒരേ ഉറക്കമായിരുന്നു എല്ലാവരും. രാവിലെയാണ് പിന്നെ കണ്ണു തുറക്കുന്നത്. ഞാനും ഐഷു മാർച്ച് പാസ്റ്റിന് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ പതിയാണ് ഉറക്കം എണീറ്റിട്ടുണ്ടായിരുന്നത്. രാവിലെ എണീറ്റ് റെഡിയായി നേരെ ഫുഡ് കഴിക്കാനായാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മളതെടുക്കാൻ പറ്റില്ല. ഹായ് ഗായ്സ്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ്. നമ്മൾ ഇന്നലെ രാത്രി 2 മണിയായപ്പോൾ കോഴിക്കോട് എത്തി. അന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. കിടന്നുറങ്ങുമായിരുന്നു. ഞാൻ ഐഷു മാർച്ച് പാസിന് ഇല്ലായിരുന്നു ഗൈസ്. അതുകൊണ്ട് നമ്മൾ 7 മണിക്ക് ഉണർന്നോളൂ. ബാക്കി എല്ലാവരും 6:15 എണീറ്റ് മാർച്ച് പാസിന് പോയി. പക്ഷെ നമുക്ക് ഫസ്റ്റ് കിട്ടി. GCA മണ്ഡലത്തിലേക്ക് ഫസ്റ്റ് കിട്ടി. ഇനി എന്തിനൊക്കെ ഫസ്റ്റ് കിട്ടുമോ നമുക്ക് കാണാം. നമ്മുടെ ഒപ്പനയുണ്ട്. പക്ഷെ നമുക്ക് നാളെ ഒപ്പന. ഇന്നിവിടെ നമ്മളെ GCA നിന്ന് തിരുവാതിരയും മൈമുണ്ട്. ഗ്രൂപ്പ് സോങ് ഒക്കെ ഉണ്ട്. അന്ന് അറിഞ്ഞൂടാ. സൗണ്ടൊന്നുമില്ല. സൗണ്ടൊക്കെ പോയി ഇന്നലത്തോടെ. നമ്മൾ ഫുഡ് കഴിച്ചു. കൊള്ളായിരുന്നു ഫുഡ്. ഇഡ്ഡലി, സാമ്പാറും ചമ്മന്തി ഫുഡ് കഴിച്ചു. ഇവിടുന്ന് ഒരു 5 കേട്ടില്ല. ആര് വിളിച്ചാലും എനിക്ക് 5 തോന്നുന്നു. ഓക്കെ. നമുക്ക് ബാക്കി വിശേഷം കാണാം പിന്നീട്.
ഫസ്റ്റ് ഡേ തിരുവാതിരയും പിന്നെ മൈമൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ ഒപ്പനയുടെ മണവാട്ടിക്ക് മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. തിരുവാതിരയും മൈമൊക്കെ ഏകദേശം ഒരേ സമയത്താണ് ഉണ്ടായിരുന്നത്. ഉച്ചയായപ്പോൾ തന്നെ തിരുവാതിരയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ മേക്കപ്പ് ഒക്കെ ഉച്ചയ്ക്കേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കിന്ന് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ എണീക്കുന്നു, ഫുഡ് കഴിക്കുന്നു, റെസ്റ്റ് എടുക്കുന്നു, പിന്നെ ഉച്ചയ്ക്ക് പോകുന്നു, ഫുഡ് കഴിക്കുന്നു, റെസ്റ്റ് എടുക്കുന്നു, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡിന്റെ ക്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പക്ഷെ ചെന്ന് നിന്നപ്പോൾ സംഭവം വേഗം വേഗം നീങ്ങുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെ കൂടെ കയറിക്കോ. നമ്മൾ ഐശ്വര്യ മേക്കേഴ്സിന് കൊടുത്തിരിക്കുകയാണ്. ഇൻട്രോവേർട്ട് ഐശ്വര്യ മേക്കേഴ്സിന് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് കാണാം അവൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. ഇരിക്കണം, അതിലിരിക്കണം. മോഹന്മാര് ഫോട്ടോ എടുത്തണിക്കണം. അല്ലെങ്കിൽ അടുത്ത വരും. ടാസ്ക് അങ്ങനെ കംപ്ലീറ്റ് ആക്കി. ഫസ്റ്റ് ഡേ ഫുള്ള് ഞങ്ങളിതാ ഇതുപോലെയൊക്കെ പൊട്ടത്തരം കാണിച്ചായിരുന്നു ടൈം സ്പെൻഡ് ചെയ്തത്. വൈകുന്നേരം ആയപ്പോൾ പിന്നെ മൈമിനും തിരുവാതിരയ്ക്കുള്ള ടൈമായി. അപ്പോൾ പിന്നെ മൈമിൻ്റെ മേക്കപ്പ് തുടങ്ങി. വേറെ ആരുമല്ല, ഞങ്ങളൊക്കെ തന്നെയാണ് മേക്കപ്പ് ചെയ്ത് കൊടുത്തത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു മൈമ് കാണാനായിരുന്നു ഭയങ്കര എക്സൈറ്റഡ്. കാരണം ഇവർ ഫസ്റ്റ് ഡേ പ്രാക്ടീസ് ചെയ്യുന്നത് തൊട്ട് ലാസ്റ്റ് ഡേ പ്രാക്ടീസ് ചെയ്യുന്നത് വരെയും ഞങ്ങൾ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. കാരണം അവരുടെ ആ ഒരു പ്രോഗ്രസ് ഒക്കെ കണ്ട് വന്നതുകൊണ്ട് കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. മൈമിൻ്റെ ടൈം ആവാറായപ്പോൾ ഞങ്ങൾക്കും കൂടിയായിരുന്നു ടെൻഷൻ സത്യം പറഞ്ഞാൽ. നമ്മളെങ്ങനെ കാത്തിരുന്ന് മൈമിൻ്റെ സമയമായിരിക്കുകയാണ്. മാം ഇപ്പോൾ തുടങ്ങും. നല്ല കോമ്പറ്റീഷൻ ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്നോട് നോക്കാം. ഞാൻ നിങ്ങൾക്ക് അവരെ കാണിച്ചു തരാം. എല്ലാം റെഡി ആയിക്കൊണ്ട് എല്ലാവരെയും കാണിച്ചു തരാം. മൈം എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തു. ടൈമിംഗ് ഒക്കെ കറക്റ്റ് പക്ക അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നമുക്ക് GCA ട്രിവാൻഡ്രത്തിന് മൈമിന് സെക്കൻഡ് പ്രൈസ് ഉണ്ടായിരുന്നു. മൈമ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പോർഷൻ ആൾറെഡി കൊടുത്തിട്ടുള്ളതുകൊണ്ട് വീണ്ടും ഞാൻ കാണിക്കുന്നില്ല. ആ ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ട് അവരെങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒരു പോർഷൻ കൊടുത്തിരുന്നു. ഫാൻസി ഡ്രസ് വന്നത് പ്രതീക്ഷ ബബീനയാണ് പ്രോ മേക്കർ, പ്രോ ആർട്ടിസ്റ്റ്. ഈ കൈ കൂടെ ശരിയാക്കിയാൽ മതി. ഓ അതൊക്കെ പെർഫെക്റ്റ്. ഇനി നമുക്ക് മൈൻഡ് കാണാൻ പോവാം. കൊള്ളാല്ലേ, അടിപൊളി, കൊള്ളാം, കിടില. മേക്കപ്പ് ഇല്ലാത്ത ഹരലക്ഷ്മി കാണണമെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് നോക്കുക. അഞ്ജലിക്ക് വ്ലോഗ് എടുത്തെടുക്കട്ടെ. ഹലോ ഗൈസ്, നമ്മളിതാ പാതിരാത്രി സമയം എത്ര നോടെ കണ്ടോ ഒപ്പന പ്രാക്ടീസ് സമയം സമയം ഹായ് ഗൈസ് ഉണ്ടോ 11 സോറി 12:36 വളയം സ്കൂളിന്റെ ഗ്രൗണ്ടിലിതാ ഒപ്പന പ്രാക്ടീസ്. ഓപ്പന പ്രാക്ടീസ്. ചേട്ടാ ഇതിന്റെ ബാക്ക് ടൈം എങ്ങനെ
ഇത് ബാക്ക് ക്യാമില്ലേ ആകെ മൊത്തം നാളെ കപ്പും കൊണ്ടുവരും. കപ്പ് അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. സൈനിങ് ഓഫ്. സുരമാലി ചേല സഖിയായി ഹാല അരമാലി പൂവിത നന്ദിത ശോഭയിൽ കാനവമാല. 11-ാം തീയതി രാവിലെ ആയിരുന്നു ഒപ്പന. ആ ടെൻഷൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരു വ്ലോഗും എടുക്കാൻ പറ്റില്ല. ആ ഒരു ദിവസം ഫുള്ള് ഞാൻ കിളിയായിട്ട് നടക്കുകയായിരുന്നു, അതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് ഒപ്പനയ്ക്ക് സെക്കൻഡ് പ്രൈസ് ഉണ്ടായിരുന്നു. 10-11 ഒപ്പന ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതിൽ സെക്കൻഡ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഇത്തവണ മൊത്തത്തിൽ സെക്കൻഡിൻ്റെ കളിയാണ്. ഞങ്ങൾക്ക് ഒപ്പനയ്ക്ക് സെക്കൻഡാണ്, ഗ്രൂപ്പ് ഡാൻസിന് സെക്കൻഡാണ്, മൈമിന് സെക്കൻഡാണ്, മിക്ക പ്രോഗ്രാമിനും ഞങ്ങൾക്ക് സെക്കൻഡ് ആയിരുന്നു. ആൻഡ് ഓവറോൾ നോക്കുകയാണെങ്കിൽ 17 GCI ഉണ്ട്. ആ 17 GCIയിലും ഞങ്ങൾക്ക് സെക്കൻഡ് പൊസിഷൻ ആയിരുന്നു. കാലമേറെ കഴിഞ്ഞു കാടക സാരയോ മടിത്തട്ടിൽ വിഷ്ണുപാദം ആയിരുന്നു ഏറ്റവും ലാസ്റ്റ് പരിപാടി. അതിന് ഞങ്ങൾക്ക് സെക്കൻഡ് ഉണ്ടായിരുന്നു. ആൻഡ് പിന്നീട് ട്രോഫി കൊടുക്കലും ബഹളവും ഒക്കെ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അടിപൊളി 2 ദിവസമായിരുന്നു. ഞാൻ ഇവിടുന്ന് പോയപ്പോൾ ഒന്നും എക്സ്പെക്ട് ചെയ്തല്ല പോയത്. വെറും അലമ്പായിരിക്കും, ശോകമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് പോയിട്ട് ഇപ്പൊ ആലോചിക്കുമ്പോൾ നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാല്. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് ഓവറോൾ നമുക്ക് സെക്കൻഡ് പൊസിഷൻ ആയിരുന്നു. അതിന്റെ ട്രോഫി കിട്ടുന്നതാണ്. GCI തിരുവനന്തപുരം. Congratulations team GCI തിരുവനന്തപുരം. അങ്ങനെ ട്രോഫിയൊക്കെ വാങ്ങി ഒരു 1:30-2 മണി ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ തിരിച്ചു. പിറ്റേന്ന് രാത്രിയാണ് ഞങ്ങളിങ്ങ് എത്തിയത്. 8:30-9 മണി ആ ഒരു ടൈം എന്തോ ആയപ്പോഴാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫെസ്റ്റിൻ്റെ വിശേഷങ്ങൾ. ഇനി അടുത്ത വർഷം വീണ്ടും ഞങ്ങൾക്ക് ഫെസ്റ്റ് ഉണ്ട്. അപ്പോൾ അപ്പോഴും കാണാം. വീണ്ടും ഞാൻ വ്ലോഗുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.